നമസ്കാരം. ഞാനെന്നുള്ളത് പരവൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ അങ്കമാലിയിൽ ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഫോട്ടോ ഫെസ്റ്റ് 2024 എന്ന ഒരു പ്രോഗ്രാം നടക്കുന്നു. ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള ക്യാമറ നിർമ്മാതാക്കളും അതുപോലെ അക്സസറീസിൻ്റെ വിതരണക്കാരുമൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു സമ്മേളനത്തിൽ, ഈ ഒരു മഹാസമ്മേളനം, ഇതിൻ്റെ വിതരണമുണ്ട്, സർവീസുകളുണ്ട്, പുതിയ ടെക്നോളജികളുടെ പ്രദർശനമുണ്ട്, പുതിയ ഉൽപ്പന്നങ്ങൾ, അതായത് ഫോട്ടോഗ്രാഫി, പ്രിൻറ്റിംഗ് മേഖലയിലെ പുതിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ പരവൂർ മേഖലയിൽ നിന്നുള്ള കുറച്ച് അംഗങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ പരവൂർ വേണാടിലാണ് നമ്മൾ പോകുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവിടുന്ന് ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് മനോഹരമായ കാഴ്ചകളും ഒരുപാട് പരിപാടികൾ നടക്കുന്നു. അതൊക്കെ നമുക്ക് കാണാം, നിങ്ങളിലേക്ക് എത്തിക്കാം. ജുവൽ ജംഗ്ഷൻ മീഡിയ. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. വീണ്ടും ഒന്നുകൂടി നമസ്കാരം. നമ്മളിപ്പോൾ അങ്കമാലിയിൽ ആർട്ലെക്സ് കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിബിഷൻ, സംസ്ഥാനത്ത് വ്യാപകമായി ഉള്ള മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എക്സിബിഷനും ഏറ്റവും പുതുതായിട്ടുള്ള ഉപകരണങ്ങളെ, ക്യാമറ, ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും, അതുപോലെ തന്നെ പുതിയ അത്യാധുനികമായിട്ടുള്ള അക്സസറീസിൻ്റെ വിതരണക്കാരിവിടെ എത്തുന്നുണ്ട്. ഒരുപാട് ആൾക്കാരിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് പോയി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അതിവിശാലമായ ഒരു ഓഡിറ്റോറിയമാണിത്. മിക്കവാറും അമ്മയുടെയൊക്കെ മലയാളം ഫിലിം സൊസൈറ്റിയിലെ അമ്മ അസോസിയേഷൻ്റെ പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ നമുക്കിവിടെ എക്സിബിഷൻ സെൻറ്ററിനുള്ളിലേക്ക് കയറാം. അതിനുള്ളിലുള്ള കാഴ്ചകളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ ഈ ഒരു സമ്മേളനത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് പ്രദർശനം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് അകത്തോട്ട് കയറി ഇതെല്ലാം നേരിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. ഇതിനകത്തോട്ട് കയറുമ്പോൾ മെയിൻ എൻട്രൻസിൽ തന്നെ ഒരു ക്യാമറയുടെ ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന് ഒരു ക്യാമറയുടെ ലെൻസിൻ്റെ ആ ഒരു രൂപത്തിന് ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇതിനകത്തോട്ട് കിടക്കുന്നത്.
അപ്പോൾ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പ്രദർശനമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി മടങ്ങുകയാണ് തിരിച്ച് വേണാട് എക്സ്പ്രസ്സിൽ തന്നെ പരവൂരേക്ക്. ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് പരവൂരെത്തി. വേണാട് എക്സ്പ്രസ് നമ്മളെയൊക്കെ ഇറക്കിയിട്ട് വീണ്ടും തിരുവനന്തപുരത്തേക്ക് യാത്ര